നമസ്കാരം. ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്ത് ലോഞ്ച് ചെയ്ത രണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ ഡീറ്റെയിൽ കമ്പാരിസൺ ആണ്. ഒന്ന് ICICI ലൊംബാർഡിന്റെ എലിവേറ്റ് എന്ന പ്ലാനും രണ്ട് ടാറ്റ AG ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ മെഡിക്കെയർ സെലക്ട് എന്ന പ്ലാൻ. അബൌട്ട് ദ കമ്പനി, ടോപ്പ് USPs ഓഫ് ദിസ് പ്ലാൻ, ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷണൽ റൈഡേഴ്സ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഈ രണ്ട് പ്ലാനുകളിലും ഏത് പ്ലാനിനാണ് പ്രീമിയം കുറവ് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എ ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എന്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 19 വർഷമായി ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. Be healthy and wealthy. About the company, ICICI ലൊംബാർഡ് ആൻഡ് ടാറ്റ AG എന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനികളെ പറ്റി വലിയൊരു ആമുഖം ആവശ്യമില്ലല്ലോ. ഇന്ത്യൻ ജനറൽ ഇൻഷുറൻസ് കമ്പനികളിലെ ആദ്യ 5 സ്ഥാനങ്ങളിൽ വരുന്ന രണ്ട് ജനറൽ ഇൻഷുറൻസ് കമ്പനികളാണ് ഇവർ രണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് ഈ കമ്പനികൾക്കുള്ള നല്ല ക്ലെയിം സെറ്റിൽമെന്റ് ട്രാക്ക് റെക്കോർഡ് തന്നെയാണ്. 2023-24 കാലഘട്ടത്തിൽ ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ICR 78.85%, ടാറ്റ AG ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ICR 77.94%. ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വർഷത്തിൽ കളക്ട് ചെയ്ത ടോട്ടൽ പ്രീമിയം തുകയിൽ എത്ര തുക ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കൊടുത്തു എന്നതിനെയാണ് ICR സൂചിപ്പിക്കുന്നത്. ICR 60%-നും 80%-നും ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഒരു നല്ല ക്ലെയിം സെറ്റിൽമെന്റ് ട്രാക്ക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനികളായിട്ട് നമുക്ക് കണക്കാക്കാം. ധാരാളം ഇൻബിൽറ്റ് ഫീച്ചറുകളും ഓപ്ഷണൽ റൈഡറുകളും ഈ രണ്ട് പ്ലാനുകളിലും ലഭ്യമാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സവിശേഷതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പ് 3 USPs ഓഫ് ദിസ് പ്ലാൻ. ICICI ലൊംബാർഡിന്റെ എലിവേറ്റ് എന്ന പ്ലാനിലെ ഫസ്റ്റ് USP ആണ് ഇൻഫിനിറ്റി കെയർ. പേര് പോലെ തന്നെ അനന്തമായ കവറേജ് ഒറ്റത്തവണ. ഒരു ഹോസ്പിറ്റലൈസേഷൻ കേസിൽ കസ്റ്റമറിന്റെ സം ഇൻഷുർഡിന് പുറത്ത് അനന്തമായ ഒരു എക്സ്പെൻസ് ക്ലെയിം വരികയാണെങ്കിൽ ഈ ഫീച്ചർ വഴി കസ്റ്റമറിന് ഇതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു. എൻറ്റയർ പോളിസി ടൈമിൽ കസ്റ്റമറിന് ഒറ്റത്തവണ മാത്രമാണ് ഈ ഫീച്ചർ വർക്ക്ഔട്ട് ആവുന്നത്. സെക്കൻഡ് USP ആണ് പവർ ബൂസ്റ്റർ. ഈ ഫീച്ചർ വഴി 100% ഓഫ് ബേസ് സം ഇൻഷുർഡ് എല്ലാ വർഷവും കസ്റ്റമറിന് ലോയൽറ്റി ബോണസ് ആയിട്ട് ലഭിക്കുന്നു. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ ബേസ് സം ഇൻഷുർഡ് ഉള്ള ഒരു വ്യക്തിക്ക് അടുത്ത വർഷം 10 ലക്ഷം രൂപ കൂടി അഡീഷണൽ കവറേജ് ആയിട്ട് ലഭിക്കുന്നു. ഇങ്ങനെ 10 വർഷം കഴിയുമ്പോൾ ഈ പ്ലാനിൽ 1 കോടി രൂപ വരെയുള്ള സം ഇൻഷുർഡ് പരിരക്ഷ ഉണ്ടാകുന്നതാണ്. ദിസ് ഈസ് ഫോർ അൺലിമിറ്റഡ് ടൈം. ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗ്യാരണ്ടീഡ്. തേർഡ് USP ആണ് അൺലിമിറ്റഡ് സം ഇൻഷുർഡ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വേണ്ട സം ഇൻഷുർഡ് പരിരക്ഷ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങൾക്ക് ഒരു ഹൈ സം ഇൻഷുർഡ് പരിരക്ഷ ആവശ്യമാണെങ്കിൽ, ഉദാഹരണത്തിന് 5 കോടിയുടെ 10 കോടിയുടെ ഇൻഷുറൻസ് സം ഇൻഷുർഡ് ആവശ്യമാണെങ്കിൽ ഈ ഫീച്ചർ വഴി അതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് ടാറ്റ മെഡിക്കെയർ സെലക്ട് എന്ന പ്ലാനിലെ ടോപ്പ് 3 USP ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് USP ആണ് ഇൻഫിനിറ്റി അഡ്വാൻറ്റേജ്. ICICI എലിവേറ്റ് എന്ന പ്ലാനിലെ ഇൻഫിനിറ്റി കെയർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെയിം ഫീച്ചർ ആണ് ഇവിടെയും വർക്ക്ഔട്ട് ആവുന്നത്. അനന്തമായ ഇൻഷുറൻസ് പരിരക്ഷ എൻറ്റയർ പോളിസി ടൈമിൽ ഒറ്റത്തവണ. സെക്കൻഡ് ഇമ്പോർട്ടന്റ് USP ആണ് ഏർലി ആക്സസ്. കസ്റ്റമർ സിംഗിൾ ഇയർ പോളിസി എടുക്കുന്നതിന് പകരം 2 വർഷത്തെയോ 3 വർഷത്തെയോ മൾട്ടി ഇയർ പോളിസി ചൂസ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമറിന് 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ കിട്ടുന്ന ടോട്ടൽ ക്യുമുലേറ്റീവ് ബേസ് സം ഇൻഷുർഡ് തുക എത്രയാണോ അത് കസ്റ്റമറിന്റെ എൻറ്റയർ പോളിസി ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഫീച്ചർ വഴി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ ബേസ് സം ഇൻഷുർഡ് 3 ഇയർ മൾട്ടി ഇയർ പോളിസി ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 3 വർഷം കൊണ്ട് ആ പോളിസിയിൽ ക്യുമുലേറ്റീവ് ആയി കിട്ടുന്നത് ഫസ്റ്റ് ഇയർ 10 lakhs, സെക്കൻഡ് ഇയർ 10 lakhs ആൻഡ് തേർഡ് ഇയർ 10 lakhs, അങ്ങനെ ടോട്ടൽ 30 lakhs ആണ്. ഇൻ കേസ് ഫസ്റ്റ് ഇയറിൽ തന്നെ കസ്റ്റമറിന് ഒരു 20 lakhsന്റെ ക്ലെയിം വരുന്ന സാഹചര്യത്തിൽ ഈ ഏർലി ആക്സസ് എന്ന ഫീച്ചർ വഴി കസ്റ്റമറിന് 20 lakhsനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. തേർഡ് USP ആണ് സൂപ്പർ റീചാർജ്. എലിവേറ്റ് പ്ലാനിലെ പവർ ബൂസ്റ്റർ ഫീച്ചർ സെയിം പോലെ തന്നെ 100% സം ഇൻഷുർഡ് ഗ്യാരണ്ടീഡ് ആയി ഈ ഫീച്ചർ വഴി ലഭിക്കുന്നു. 5 lakhs വരെയുള്ള സം ഇൻഷുർഡിന് 3 times ഓഫ് ബേസ് സം ഇൻഷുർഡിനും 10 lakhsന് മുകളിലുള്ള സം ഇൻഷുർഡിന് 5 times ഓഫ് സം ഇൻഷുർഡുമാണ് ഈ ഫീച്ചർ വഴി ലഭിക്കുന്നത്. അടുത്തതായി ഈ രണ്ട് പ്ലാനിലും ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ് പോളിസി ടൈപ്പ് ആണ്.
രണ്ട് പ്ലാനുകളിലും ഇൻഡിവിജ്വൽ ആൻഡ് ഫ്ലോട്ടർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് ഫാമിലി ഡെഫിനിഷൻ ആണ്. മെഡിക്കെയർ സെലക്ട് എന്ന പ്ലാനിൽ 7 മെമ്പേഴ്സിന് വരെ നമുക്ക് ഫ്ലോട്ടർ ഓപ്ഷനിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ എലിവേറ്റ് എന്ന പ്ലാനിൽ 2 അഡൽട്സിനും 3 ചിൽഡ്രൻസ് വരെയാണ് മാക്സിമം ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഏജ് ക്രൈറ്റീരിയ സെലക്ട് എന്ന പ്ലാനിൽ അഡൽട്സിന് 18 വയസ്സും ചിൽഡ്രൻ കാറ്റഗറി 25 ഏജ് വരെയാണ് പരിധി പറയുന്നതെങ്കിൽ എലിവേറ്റ് എന്ന പ്ലാനിൽ അഡൽട്സിന് 18 വയസ്സും ചിൽഡ്രന് 30 വയസ്സ് വരെ ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് സം ഇൻഷുർഡ് പരിധിയാണ്. സെലക്ട് എന്ന പ്ലാനിൽ 5 lakhs to 3 crore വരെയാണ് സം ഇൻഷുർഡ് പരിധി പറയുന്നത്. എലിവേറ്റ് എന്ന പ്ലാനിൽ ഇത് 5 lakhs to അൺലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് പോയിന്റ് പോളിസി ടേം ആണ്. 1 year to 3 year മൾട്ടി ഇയർ പോളിസി മെഡിക്കെയർ സെലക്റ്റിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എലിവേറ്റ് എന്ന പ്ലാനിലാണെങ്കിൽ അത് 1 year to 5 year വരെ കസ്റ്റമറിന് പോളിസി ടൈം ചൂസ് ചെയ്യാം. അടുത്തതായി ഈ പ്ലാനിന്റെ ഇൻബിൽറ്റ് ഫീച്ചേഴ്സ്, അടിസ്ഥാന ഫീച്ചറുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് റൂം റെന്റ് ആണ്. 2 പ്ലാനുകളിലും സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് ഇതിൽ ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണ്. സെലക്ട് എന്ന പ്ലാനിൽ 90 to 90 days ആണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. എലിവേറ്റ് എന്ന പ്ലാനിൽ ഇത് 90 and 180 days ആണ്. അതർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആയ ആയുഷ് ബെനിഫിറ്റ്, ഡോണർ എക്സ്പെൻസ്, ഡൊമസ്റ്ററി ഹോസ്പിറ്റലൈസേഷൻ, ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോഡേൺ ട്രീറ്റ്മെന്റ് 2 പ്ലാനുകളിലും അപ് ടു സം ഇൻഷുർഡ് വരെ കവർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് റീസ്റ്റോറേഷൻ ഫെസിലിറ്റി ആണ്. അപ് ടു 100% ഓഫ് ബേസ് സം ഇൻഷുർഡ്. 2 പ്ലാനുകളിലും ഇത് അൺലിമിറ്റഡ് ടൈം റീസ്റ്റോറേഷൻ ഫെസിലിറ്റി വർക്ക്ഔട്ട് ആവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ആംബുലൻസ് കവർ ആണ്. 2 പ്ലാനുകളിലും ആംബുലൻസ് എക്സ്പെൻസുകൾ കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോ ക്ലെയിം ബോണസ് ആണ്. എലിവേറ്റ് എന്ന പ്ലാനിൽ നോ ക്ലെയിം ബോണസ് വരുന്നത് ഗ്യാരണ്ടീഡ് ആയിട്ടാണ്. ദാറ്റ് ഈസ് 20% ഓഫ് സം ഇൻഷുർഡ് എവറി ഇയർ അപ് ടു 100% എങ്കിൽ മെഡിക്കെയർ സെലക്ട് എന്ന പ്ലാനിൽ അത് 50% ആണ് എല്ലാ വർഷവും അപ് ടു 100% ഫോർ എവറി ക്ലെയിം ഫ്രീ ഇയർ. അടുത്തതായി ഈ പ്ലാനിന്റെ ഓപ്ഷണൽ റൈഡറുകൾ, കസ്റ്റമറിന് ആവശ്യമുള്ള ഫീച്ചറുകൾ, അഡീഷണൽ പ്രീമിയം കൊടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനെയാണ് ഓപ്ഷണൽ റൈഡറുകൾ എന്ന് പറയുന്നത്. ഈ 2 പ്ലാനുകളുടെയും പ്രധാനപ്പെട്ട ഓപ്ഷണൽ റൈഡറുകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓപ്ഷണൽ റൈഡർ ആണ് കൺസ്യൂമബിൾസ് അഥവാ നോൺ മെഡിക്കൽ എക്സ്പെൻസ്. 2 പ്ലാനുകളിലും അത് അപ് ടു സം ഇൻഷുർഡ് വരെ അതിനുള്ള എക്സ്പെൻസുകൾ കവർ ചെയ്യുന്നതാണ്. സെക്കൻഡ് പോയിന്റ് ആണ് ഇൻഫിനിറ്റി കവർ. ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അനന്തമായ ഇൻഷുറൻസ് പരിരക്ഷ എൻറ്റയർ പോളിസിയിൽ ഒറ്റത്തവണ. അത് മെഡിക്കെയർ സെലക്റ്റിൽ ഇൻഫിനിറ്റി അഡ്വാൻറ്റേജ് എന്ന ഫീച്ചർ വഴിയാണ് ലഭിക്കുന്നതെങ്കിൽ എലിവേറ്റ് എന്ന പ്ലാനിൽ അത് ഇൻഫിനിറ്റി കെയർ ആയിട്ടാണ് വർക്ക്ഔട്ട് ആകുന്നത്. നെക്സ്റ്റ് പോയിന്റ് ലോയൽറ്റി ബോണസ് ആണ്. സെലക്ട് എന്ന പ്ലാനിൽ സൂപ്പർ ചാർജ് ബോണസ് ആയിട്ടാണ് അത് കസ്റ്റമറിന് ലഭിക്കുന്നത്. 5 lakhs വരെയുള്ള സം ഇൻഷുർഡിന് 3 times കവറേജും 10 lakhന് മുകളിലുള്ള സം ഇൻഷുർഡിന് 5 times കവറേജും ലോയൽറ്റി ബോണസ് ആയിട്ട് ലഭിക്കുന്നു. പവർ ബൂസ്റ്റർ എന്ന ബെനിഫിറ്റ് ആണ് ലോയൽറ്റി ബോണസ് ആയിട്ട് എലിവേറ്റിൽ വർക്ക്ഔട്ട് ആവുന്നത്. ദാറ്റ് ഈസ് അൺലിമിറ്റഡ് ടൈം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് മെറ്റേണിറ്റി. മെറ്റേണിറ്റി എക്സ്പെൻസുകൾക്ക് 2 പ്ലാനുകളിലും 10 times ഓഫ് ബേസ് സം ഇൻഷുർഡ് അപ് ടു 1 lakh വരെയുള്ള എക്സ്പെൻസുകൾ ഇതിൽ ക്ലെയിം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് റിഡക്ഷൻ. മെഡിക്കെയർ സെലക്ട് എന്ന പ്ലാനിൽ അതിനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. എലിവേറ്റ് എന്ന പ്ലാനിൽ ജംപ് സ്റ്റാർട്ട് വഴി ആസ്മ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിക്, ഹൈപ്പർലിഡീമിയ, ഒബിസിറ്റി തുടങ്ങിയ അസുഖങ്ങൾക്ക് 30 ദിവസമായിട്ട് വെയിറ്റിംഗ് പീരീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. അടുത്തതായി ഈ 2 പ്ലാനിന്റെയും വെയിറ്റിംഗ് പീരീഡ്സ് ആണ്. ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 days, സ്പെസിഫൈഡ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് 24 months ആണ്. ആൻഡ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് നോർമലി 3 years ആണ് പറയുന്നത്. മെറ്റേണിറ്റിക്ക് 2 വർഷമാണ് ഈ 2 പ്ലാനുകളിലും വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. അത് 1 വർഷമായിട്ട് കുറയ്ക്കാനുള്ള വെയിറ്റിംഗ് പീരീഡ് മെറ്റേണിറ്റി കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഈ 2 പ്ലാനുകളിലും അവൈലബിൾ ആണ്. അടുത്തതായി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഈ 2 പ്ലാനുകളുടെയും പ്രീമിയം കമ്പാരിസൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈച്ച് കാറ്റഗറി 32, 29, 4 വയസ്സുള്ള ഒരു ഫാമിലിക്ക് സം ഇൻഷുർഡ് 10 ലക്ഷം രൂപ പ്ലസ് ഓപ്ഷൻ റൈഡറായിട്ട് നോൺ മെഡിക്കൽ എക്സ്പെൻസും കൂടി ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു ഇലിസ്ട്രേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെഡിക്കെയർ സെലക്ട് എന്ന പ്ലാൻ ആണ് ചൂസ് ചെയ്യുന്നെങ്കിൽ ഈ ഫാമിലിക്ക് 13,638 rupees ആണ് ഇയർലി വരുന്നത്. എലിവേറ്റ് എന്ന പ്ലാൻ ആണെങ്കിൽ ദ പ്രീമിയം ഈസ് കമ്മിങ് 15,151 rupees പെർ ഇയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ICICI ലൊംബാർഡിന്റെ എലിവേറ്റ് എന്ന പ്ലാനും ടാറ്റ AAGയുടെ മെഡിക്കെയർ സെലക്ട് എന്ന പ്ലാനും തമ്മിലുള്ള കമ്പാരിസൺ ഒരു പരിധി വരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ പ്ലാനിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും
ഒരു ഡീറ്റെയിൽ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആ പ്രോഡക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.